നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു റോളുണ്ട് നമ്മളുടെ ലൈഫിൽ പ്ലേ ചെയ്യാൻ. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി കഴിഞ്ഞ 15-ൽ കൂടുതൽ വർഷങ്ങൾ ജോലി ചെയ്ത എനിക്ക് എൻ്റെ ജീവിതത്തിൽ 30ഓളം റിലേഷൻഷിപ്സിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. അന്നൊക്കെ ഞാൻ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് പോലും എനിക്ക് സ്ഥായിയായി നിൽക്കാത്തത്? അതിനുള്ള ഉത്തരം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പ് സ്ഥായി ആവുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ജീവിതത്തിനെ അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരിക്കലും ഒരു ബന്ധത്തിൻ്റെ കെട്ടുപാടിൽ ബന്ധനസ്ഥയാവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ബന്ധവും നിലനിൽക്കാത്തത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ ബന്ധവും വ്യക്തിഗതമായിട്ട് ഞാൻ നിഷ്പക്ഷമായി അതിനെ കാണുകയാണെങ്കിൽ ആ സമയത്ത് എൻ്റെ മനസ്സിലുള്ള എന്താണോ ആഗ്രഹം അതിനെ ഞാൻ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ഒരു ഹ്യൂമൻ ഫോമിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വിടുകയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിലാണ് എനിക്കത് മനസ്സിലാവുന്നത്. എനിക്ക് അന്ന് എന്തായിരുന്നോ വേണ്ടത് അതായിരുന്നു മനുഷ്യരൂപമെടുത്തിട്ട് എൻ്റെ പ്രൊജക്ഷൻ മനുഷ്യരൂപമെടുത്ത് വരികയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ പാഠങ്ങളും പഠിച്ചിട്ടുണ്ട്, ഏറെ പാഠങ്ങൾ പഠിക്കാൻ വിസമ്മതിച്ചിട്ടുമുണ്ട്. കാരണം എൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഞാൻ എന്തിനാണ് വന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനെനിക്ക് കൃത്യമായ ഒരു മറുപടിയേ ഉള്ളൂ. ഞാൻ ഒരു ഗ്രാൻഡ് പൊസിഷൻ ഇൻ എ ജോബ് വഹിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ പ്ലഷേഴ്സും അനുഭവിച്ചിട്ട് പോകാനോ അഥവാ ജീവിതം വരുന്ന രീതിയിൽ ജീവിച്ചു തീർക്കാനോ വേണ്ടി വന്ന ആളല്ല. ഞാൻ ഈ ലോകത്ത് വന്നതിനുള്ള വ്യക്തിഗതമായ ഒരേ ഒരു റീസണേ ഉള്ളൂ: ടു ലേൺ ലെസൺസ് വിച്ച് ഐ ഹാവ് നോട്ട് ലേൺഡ് ഇൻ മൈ പ്രീവിയസ് ബർത്ത്സ്. ഇതിൽ കൂടുതൽ വ്യക്തമായി എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തിയും ഓരോ സംഭവവും എൻ്റേതായിട്ടുള്ള ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർ ബ്രയൻ വെയ്സ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓൺലി ലവ് ഇസ് റിയൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുണ്ടായി, ഒരു വ്യക്തിക്ക് 5 6 ഒരു പക്ഷേ 10 സോൾമേറ്റ്സ് ഉണ്ടാവും. ആ സോൾമേറ്റ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ലവ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു സോൾമേറ്റ് ചിലപ്പോൾ ഹയസ്റ്റ് ലെവൽ ഓഫ് ലവ് ആയിരിക്കും നമുക്ക് തരിക. നേരെ മറിച്ച് നമ്മളുടെ ലോവർ സോൾമേറ്റ്സിൽ നിന്ന് നമ്മൾക്ക് ലവ് ഇങ്ങോട്ട് സ്വീകരിക്കാനായിരിക്കില്ല എന്ന് യോഗം. കൂടുതലും അവരുടെ കാർമിക് ബാലൻസിങ്, അതായത് പൂർവ്വജന്മങ്ങളിൽ ബാലൻസ് ചെയ്ത് പോകാത്ത കർമ്മങ്ങൾ ഈ ജന്മത്തിൽ അതേ പാർട്ട്ണറോടൊപ്പം ചൂസ് ചെയ്ത് ലോവർ സോൾമേറ്റ്സ് ആയി നമ്മൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ട്, കാരണം വിവാഹം എന്ന് പറയുന്നത് കാർമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് അല്ലാത്ത ഏത് തരത്തിലും ഈ വ്യക്തിയുമായി നമ്മൾ 24/7 ഉണ്ടാവാറില്ല. ആ 24/7 ഉണ്ടാവേണ്ട വ്യക്തിയുമായിട്ടായിരിക്കും നമ്മൾക്ക് ഏറ്റവും അധികം കാർമിക് ബാലൻസിങ് ഉണ്ടാവുക. അതിന് വിവാഹത്തിനേക്കാളും നല്ലൊരു മേഖല വേറെ ഇല്ല. ബിക്കോസ് നിങ്ങളെ വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വന്നതായിട്ടുള്ള ലെസൺസ് തന്നെയാണ്. അതിൽ കുറച്ച് ലെസൺസ് ഇതൊക്കെയാണ്: എംപതി, കമ്പാഷൻ, സെക്യൂരിറ്റി, ലവ്, how to give love, how to take love, self-compassion, self-esteem, loving oneself, giving and sharing yourself, and so many more lessons. നിങ്ങൾ എന്താണോ പഠിക്കാൻ വന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ലെസൺ ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ്. അപ്പം നിങ്ങൾ എന്താണോ പഠിക്കാൻ വന്നത് ആ പഠിത്തം നിങ്ങൾക്ക് ഈസിയാക്കി തരുന്നത് നിങ്ങളുടെ സോൾമേറ്റിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് സോൾമേറ്റുമായിട്ട് നമ്മൾക്ക് കർമ്മബന്ധത്തിൽ കർമ്മ മേഖലയിൽ നമ്മൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല. ബിക്കോസ് അവർ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്, നമ്മുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി വന്നതാണ്. ഏത് ആത്മാവിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ്സ്
പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായ കാര്യങ്ങൾ ഉണ്ടാകുന്നോ, അവിടെയാണ് നിങ്ങളുടെ ലെസനും ഒളിഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സോൾമേറ്റ് ഹൂ ഈസ് ടീച്ചിങ് യു ദാറ്റ് പർട്ടിക്കുലർ ലെസൺ. Another very difficult lesson is having patience. ക്ഷമ എന്ന് പറയുന്നത് സ്വായത്തമാക്കാൻ ഒരു ജന്മം മതിയാവില്ല. ക്ഷമ, ഇൻറ്റൻസ് ഫെയ്ത്ത്, പ്രേമം, സത്യം, ഇതൊക്കെ നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ വന്നും പോയി കളിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ്, ഒരു ജന്മത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു ലെസൺസ് അല്ല അതൊന്നും. ചില സമയത്ത് ചില ആത്മാക്കൾ 1-2 ലെസൺസ് മാത്രമേ ഒരു ലൈഫ് ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. എല്ലാ ലെസൺസും കൂടെ പഠിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുപോലും വൃത്തിക്ക് പഠിക്കാൻ പറ്റില്ല. സോ ഈ ജന്മത്തിൽ ഇന്ന ലെസൺസ് ആണ് എനിക്ക് പഠിക്കേണ്ടത്, അടുത്ത ജന്മത്തിൽ ഇന്ന 2 ലെസൺസ് ആണ് പഠിക്കേണ്ടത്. ഈ ലെസൺസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കലി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അഗ്ലിയസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കും അത്. അതിൻ്റെ പേരാണ് ലെസൺ പഠിക്കുക. അല്ലാതെ സന്തോഷകരമായി ഈ മരം ചുറ്റി പ്രേമവും പാട്ടുപാടി നടക്കലല്ല ലെസൺ പഠിക്കുക എന്ന് പറയുന്നത്. യു വിൽ ഫീൽ, യു വിൽ ഫൈൻഡ് ആൻഡ് യുവർ സോൾമേറ്റ് വിൽ ക്രിയേറ്റ് ദ ടഫസ്റ്റ് സിറ്റുവേഷൻ ഫോർ യു ആൻഡ് യു വിൽ ഗ്യാസ്പ് ഫോർ എയർ ഇഫ് യു ആർ റിയലി ലേണിംഗ് ദ ലെസൺ. ദ അഗ്ലിയസ്റ്റ് സിറ്റുവേഷൻ അപ്പോഴാണ് വരുന്നത്. എന്നാൽ ഈ പാർട്ട്ണറുമായി നിങ്ങളത് പഠിക്കാതെ ഈ പാർട്ട്ണറിനെ പകുതി വഴിക്ക് ഇട്ടേച്ചു പോയി പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ദ നെക്സ്റ്റ് പാർട്ട്ണർ വിൽ ഓൾസോ ബി ദ സെയിം വൺ. ശരീരം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, സ്വഭാവം ഡിറ്റോ ഇത് തന്നെ ആയിരിക്കും. നിങ്ങളത് പഠിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ കാർമിക് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. സോ ബെറ്റർ, എന്താണോ നിങ്ങൾ പഠിക്കാൻ വന്നത്, ആ ലെസൺ എന്താണ് എന്ന് നിങ്ങൾ ആ പർട്ടിക്കുലർ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ you can escape lot of going and coming. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ആഫ്റ്റർ ബീയിങ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഫോർ സോ ലോങ് ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് പ്രാക്ടീസ്ഡ് ലോ ഫോർ അറ്റ്ലീസ്റ്റ് 4 years, ദറ്റ് ഈസ് എ വെരി ലെസ് ടൈം ടു പ്രാക്ടീസ് ലോ. നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ മിനിമം 15 വർഷമെങ്കിലും നിങ്ങൾ അതിൽ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു ഈവൻ വാണ്ട് ടു ടച്ച് ദ റൂട്ട് ഓഫ് ലോ, you should practice in the minimum of 15 years. After 15 years your progress will start. എനിക്ക് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആസ് എ ലോയർ ഐ പ്രാക്ടീസ്ഡ് ഓൺലി ഫോർ 4 normal years. And what sort of a practice was that? To be honest, ഞാൻ ഒരു തരത്തിലുള്ള ഹാർഡ് വർക്കോ ഒരു തരത്തിലുള്ള എഫേർട്ടോ അതിനു വേണ്ടി ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പെട്ടെന്ന് കിട്ടണം എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് പെട്ടെന്ന് സക്സസ് വേണം. ആൻഡ് ദെൻ ഐ സാഡ്ലി അണ്ടർസ്റ്റുഡ് ഇറ്റ് നെവർ ഹാപ്പൻസ് ദാറ്റ് വേ. അതുകൊണ്ട് തന്നെ ലോയിൽ ഞാൻ കൊടുക്കേണ്ടതായിട്ടുള്ള എഫേർട്സിൻ്റെ 1/5 പോലും ഞാൻ കൊടുത്തിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഐ വാസ് ഓൾവേസ് സപ്പോർട്ടഡ് ബൈ സച്ച് വണ്ടർഫുൾ പീപ്പിൾ ഇൻ ദ ലീഗൽ ഫ്രറ്റേണിറ്റി. എന്നെ തലയിലേറ്റിയിരുത്തിയത് ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ തല വീർത്ത് അറഗൻസ് കൂടി I thought that it's not coming to me. അത് സത്യമായിരുന്നില്ല. I needed more patience to learn it. പിന്നെ ലോയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ ഇനിയത്തെ ജനറേഷൻ, ഇനിയത്തെ ടൈമിലായിരിക്കാം എനിക്ക് വരുന്നത്. അതും എനിക്കറിയില്ല. എന്നാൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് വാസ് ഹോം ടു മീ. എനിക്ക് നാച്ചുറലി വരുന്നൊരു സാധനമാണ് സൈക്കോളജി. അതുകൊണ്ട് തന്നെ സൈക്കോളജിയാണ് എൻ്റെ മേഖല എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ സൈക്കോളജിയും എൻ്റെ മേഖലയല്ല എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. കാരണം 15-ൽ പരം വർഷങ്ങൾ ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് ഉറപ്പാണ് സൈക്കോളജി ഈസ് നോട്ട് മൈ ഫീൽഡ്. ഇറ്റ് ഈസ് എ ഫീൽഡ് വിച്ച് ഇസ് മെൻറ്റ് ഫോർ കമേഴ്ഷ്യലൈസ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രാൻസാക്ഷൻ ബേസ്ഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് അതർ സൈക്കോളജിസ്റ്റ്. ഐ കാൺ ഡു ദാറ്റ്. എനിക്ക് ആ രീതിയിൽ അതിനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. Psychology has now become a commercial product, and studying the mind of another അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അതത്ര നല്ല കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ വേറൊരാളുടെ മനസ്സ് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. ആൻഡ് ദെൻ ഓവർ ദി ജേർണി ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ വന്നോ ആ സമയത്ത് എനിക്ക് അവരെ വളരെ അത്യാവശ്യമായിരുന്നു.
വളരെ 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 ഐ നീഡഡ് ദാറ്റ്. ആൻഡ് മൈ സബ് കോൺഷ്യസ് ബീങ് വെരി ക്ലെവർ, it actually projected it onto a human who correctly used to come. And the final word that I understood was, എന്തൊക്കെ കളിച്ചാലും നമ്മളുടെ ഡിസയേഴ്സിനൊരു അറുതിയില്ല. എന്തൊക്കെ കിട്ടിയാലും ഇനിയും എനിക്ക് വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്ന് പറയാമെന്നല്ലാതെ നമ്മളൊരിക്കലും അത് മതി, ഞാൻ എൻ്റെ പരിപാടി നിർത്തി എന്നൊരിക്കലും ആരും പറയുന്നില്ല. ഞാനും ഇതുവരെ പറഞ്ഞിട്ടില്ല. So it is really funny that നമ്മുടെ ഡിസയേഴ്സിനൊരു അവസാനമില്ല. So let me stop with a non-concluding point. Let us see what else is in store for me in the coming years. Thank you.